ശശി തരൂരിന്റെ വാക്കുകൾക്ക് ലോകത്തിന് മുന്നിൽ കിട്ടിയ വിസിബിലിറ്റി എത്രത്തോളമാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഏപ്രിൽ 22-ന് ശേഷമുള്ള ശശി തരൂരിന്റെ സ്റ്റേറ്റ്മെന്റ്സിന് അദ്ദേഹത്തിന്റെ സൗണ്ട് ബൈറ്റ്സിന് കിട്ടിയിരിക്കുന്ന റീച്ച് എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ശശി തരൂർ എത്രത്തോളം ഈ ഡെലിഗേഷനിൽ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത്. ശശി തരൂർ ഈ എംപിമാരുടെ പ്രതിനിധി സംഘത്തിൽ കോൺഗ്രസ് നിർദ്ദേശിച്ച പട്ടികയിൽ പോലും ഇല്ലാതെ വരുന്നത് ശശി തരൂരിനോടുള്ള കോൺഗ്രസിന്റെ അവഗണന തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കോൺഗ്രസ് എന്തുകൊണ്ട് ഇത്രയും കഴിവുള്ള ഒരു മനുഷ്യനെ ഇങ്ങനെ അവഗണിച്ച് മാറ്റി നിർത്തുന്നു? നേരത്തെ ഉണ്ണിസാർ സൂചിപ്പിച്ചല്ലോ, AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ മല്ലികാർജുൻ ഖാർഗെയ്ക്കൊപ്പം തന്നെ തലപ്പൊക്കമുള്ള ഒരു നേതാവ് തന്നെയാണ് ശശി തരൂർ. ശശി തരൂർ 2009 ആദ്യമായി മത്സരിക്കുന്നത്. അതിനു മുൻപ് KSU മുതൽ പ്രവർത്തിച്ച പാരമ്പര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ ശശി തരൂരിനെ ക്ഷണിച്ചു കൊണ്ടുവന്നതാണല്ലോ കോൺഗ്രസിലേക്ക്. ക്ഷണിച്ചു കൊണ്ടുവന്നു, സ്ഥാനാർത്ഥിയാക്കി, മത്സരിപ്പിച്ചു. മത്സരിച്ച 4 തെരഞ്ഞെടുപ്പിലും വിജയിച്ചു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ണിസാർ പറഞ്ഞത് ശരിയാണ്, ശശി തരൂർ അല്ലാതെ മറ്റേത് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിന്നാലും ആ സീറ്റ് രാജീവ് ചന്ദ്രശേഖർ ഇങ്ങ് എടുത്തേനെ. അതാണ് തിരുവനന്തപുരത്ത് 2024 സംഭവിക്കുമായിരുന്നത്. അത് ശശി തരൂർ ആയതുകൊണ്ട് മാത്രമാണ് അവിടെ കോൺഗ്രസിന് ആ സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞത്. അത് പാർട്ടിക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ പറയുന്നതും ഹൈക്കമാൻഡിൽ ചില നേതാക്കൾ സ്വാധീനം ചെലുത്തുമ്പോഴും ഒക്കെ പൂർണ്ണമായും ശശി തരൂരിനെ തള്ളിക്കളയാൻ ഹൈക്കമാൻഡ് തയ്യാറാകാത്ത. അവർ പേടിച്ചിട്ടാണ്. കാരണം ശശി തരൂർ പാർട്ടി വിട്ടു പോകുന്ന, അല്ലെങ്കിൽ പാർട്ടി ശശി തരൂരിനെ തള്ളി പറയുമ്പോൾ ഉണ്ടാകുന്ന അടുത്ത നീക്കം എന്ന് പറയുന്നത് കോൺഗ്രസിനെ വെട്ടിലാക്കുമെന്നുള്ളത് ഉറപ്പാണ്.